ഇന്നലെ മാതൃഭൂമി ചാനലിലും മാതൃഭൂമിയുടെ ഓൺലൈൻ എഡിഷനുകളിലും ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിലുമൊക്കെ ഒരു സുപ്രധാനമായ വാർത്തയുണ്ട്. ഷിഹാബ് ഷാ എന്ന തൃശ്ശൂരുകാരനായ തട്ടിപ്പുകാരൻ UAE അല്ലൈൻ ജയിലിലാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്തയാണ്. ഷിഹാബ് ഷായുടെ തട്ടിപ്പിന്റെ വിശദാംശങ്ങളെല്ലാം മാതൃഭൂമി ഇന്നലെ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തു. ആ വാർത്തയുടെ അടിയിലെ കമന്റുകൾ മുഴുവൻ മാതൃഭൂമിയെ തെറി വിളിക്കുന്നതാണ്. പലരും ആ ലിങ്ക് അയച്ചു തന്നിട്ട് അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അവർക്ക് മാതൃഭൂമിയെ ചീത്ത വിളിക്കും. നിങ്ങൾ ഇപ്പോഴാണ് ഇതറിയുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾ മറുനാടൻ കാണണം, എത്ര കാലമായി മറുനാടൻ ഇത് പറയുന്നു തുടങ്ങി മറുനാടനെ അംഗീകരിച്ചുകൊണ്ട് മാതൃഭൂമിയെ തെറി വിളിക്കുന്ന ഒരു വാർത്തയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ദയവായി നിങ്ങൾ മാതൃഭൂമിയെ തെറി വിളിക്കരുതെന്നാണ്. ഇപ്പോഴെങ്കിലും മാതൃഭൂമിക്ക് ഈ വാർത്ത കൊടുക്കാൻ തോന്നിയല്ലോ. എന്നാൽ മറ്റേതെങ്കിലും ചാനൽ, മറ്റേതെങ്കിലും പത്രം ഈ വാർത്ത കൊടുത്തിട്ടുണ്ടോ? അവരിപ്പോഴും അത് കൊടുക്കുന്നില്ല. മാതൃഭൂമി അത് കൊടുത്തതിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ തെറി വിളിച്ചാൽ ഒരുപക്ഷെ മാതൃഭൂമിയും നാളെ ഇത്തരമൊരു സുപ്രധാനമായ വാർത്ത കൊടുക്കാതിരിക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല തട്ടിപ്പുകളും പല ഞെട്ടിക്കുന്ന വാർത്തകളും മറുനാടനാണ് ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, മറുനാടനെ ജനങ്ങൾക്ക് വിശ്വാസമായതുകൊണ്ട്, മറുനാടൻ ഒരു വാർത്തയും മുക്കില്ല എന്ന് ബോധ്യമാകുന്നതുകൊണ്ട് മറ്റു മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപ് തട്ടിപ്പിനിരയാകുന്നവർ അല്ലെങ്കിൽ ക്രിമിനൽ പ്രവർത്തിക്കിരയാവുന്നവർ മറുനാടനെ അപ്രോച്ച് ചെയ്യും. മറ്റു മാധ്യമങ്ങളിൽ പല കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അത് വരുമെന്ന് ഉറപ്പില്ല. അവരുടെ പരസ്യ താല്പര്യം അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ വാർത്തകൾ കിട്ടുന്ന മാധ്യമ പ്രവർത്തകരുടെ മുകളിൽ പല തട്ടുകളുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ അവർക്ക് ലഭിച്ചെന്ന് വരില്ല. മാത്രമല്ല, അവരുടെ വ്യവസായ താല്പര്യം സംരക്ഷിക്കേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്തരം ഒരു കച്ചവട താല്പര്യവും ഇല്ലാത്തതുകൊണ്ട് മറുനാടന് കിട്ടുന്ന വാർത്തകളൊക്കെ ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് പലപ്പോഴും മറുനാടനിൽ മാത്രമാണ് ഇത് വന്നത്, അതുകൊണ്ട് വ്യാജമാണ് എന്ന് പലരും പറയുന്നത്. ആ ശ്രേണിയിൽപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് മമ്മൂട്ടിയുടേത്. ഒടുവിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ തുടക്കമാണെന്ന് മറ്റ് പത്രങ്ങൾക്കും അംഗീകരിക്കേണ്ടി വന്നു. ആദ്യം മറുനാടനെ കാണുമ്പോൾ ആ വാർത്തയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവർ നിഷേധിക്കുകയും മറുനാടനെ തെറി പറയുകയും സ്വാഭാവികമാണ്. എന്നാൽ സത്യമാണ് മറുനാടൻ പറഞ്ഞതെന്ന് പതിയെ ആളുകൾക്ക് പിടികിട്ടും. അത് ബോധ്യമായപ്പോഴെങ്കിലും സംപ്രേഷണം ചെയ്യാൻ ധൈര്യം കാണിച്ച മാതൃഭൂമിയെ അഭിനന്ദിക്കണ്ടേ? അവരെയും കൂടി നിങ്ങൾ തെറി വിളിക്കാൻ തുടങ്ങിയാൽ അവരും ഇത് വേണ്ടെന്ന് വെക്കില്ലേ? ഷിഹാബ് ഷാ ജയിലിലായ കാര്യം ഞങ്ങൾ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് പറഞ്ഞതാണ്. ഇക്കാര്യമാണ് കമന്റിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഷിഹാബ് ഷാ ഷാർജ ജയിലിലാണ് എന്നാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഷിഹാബ് ഷായെ അല്ലൈൻ ജയിലിലേക്ക് മാറ്റി. ഷിഹാബ് ഷാ ചെയ്ത കുറ്റകൃത്യം ഗുരുതരമായതുകൊണ്ടാണ് ഷാർജയിൽ നിന്നും അല്ലൈനിലേക്ക് മാറ്റിയത്. ഷിഹാബ് ഷാ ജയിലിലായ വാർത്ത ഒരാഴ്ച മുമ്പ് ഞങ്ങൾ കൊടുത്തു എന്നതല്ല. ഷിഹാബ് ഷാ എന്ന് പറയുന്ന തൃശ്ശൂരുകാരൻ നൂറുകണക്കിന് ആളുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ട് രാജാവിനെ പോലും ബുർജു ഖലീഫയിൽ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നു എന്ന് ഞങ്ങൾ വാർത്ത കൊടുക്കാൻ തുടങ്ങിയത് ഇപ്പോഴല്ല, 4 വർഷം കഴിഞ്ഞു. 4 വർഷമായി ഇയാളുടെ തട്ടിപ്പിനെതിരെ ഞങ്ങൾ പോരാടുന്നു. ഈ സമയത്തൊന്നും ഒരു മാധ്യമവും ഇത് വാർത്തയാക്കിയില്ല. 2023 മറ്റോ ഏഷ്യാനെറ്റ് ഒരു വാർത്ത കൊടുത്തു. എന്നാൽ ഇപ്പോൾ ഷിഹാബ് ഷാ ജയിലിലായപ്പോൾ മാതൃഭൂമിയെങ്കിലും വാർത്ത കൊടുത്തു. മറ്റു മാധ്യമങ്ങളും അത് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരം തട്ടിപ്പുകാർ ഏറെയുണ്ട്. ഷിഹാബ് ഷാ തൃശ്ശൂരുകാരനാണ്, തട്ടിപ്പിൽ ബിരുദമെടുത്തവനാണ്. സ്വന്തം നാട്ടിൽ തട്ടിപ്പ് തുടങ്ങിയാണ് അയാൾ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് കൈരളി ചാനലിനെ കൂട്ടുപിടിച്ച് മമ്മൂട്ടിയുടെയും പിണറായി വിജയന്റെയും അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന EP ജയരാജന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ കൈരളിയുടെ ഒരു തട്ടിക്കൂട്ട് അവാർഡ് വാങ്ങി ആ ചിത്രം വെച്ചുകൊണ്ടാണ് അയാൾ തട്ടിപ്പ് ആരംഭിക്കുന്നത്. വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിന് സമീപത്തെ വില്ല പദ്ധതി എന്ന പേരിലായിരുന്നു അയാളുടെ തട്ടിപ്പിന് തുടക്കം. കുറച്ച് സ്ഥലം വാങ്ങി വില്ല പണി തുടങ്ങി എന്നത് വാസ്തവമായിരുന്നു. അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ സ്ഥലത്ത് കെട്ടിടം പണിയാനുള്ള അധികാരമുണ്ടായിരുന്നില്ല, അതിനുള്ള അനുമതികൾ കിട്ടിയിരുന്നില്ല. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്ത് നിയമം ലംഘിച്ച് മാത്രമാണ് നിർമ്മാണം ആരംഭിച്ചത്. ആ പണി പൂർത്തിയാക്കിയാലും ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത തരത്തിൽ ആദ്യം തട്ടിപ്പ് നടത്തി. എന്നിട്ട് അനേകം പേരിൽ നിന്നും പണം ശേഖരിച്ചു. ഈ പണം വാങ്ങിയാൽ കെട്ടിടപ്പണി പൂർത്തിയാക്കാതെ ദുബായിലേക്ക് മാറി വീണ്ടും തട്ടിപ്പ് തുടർന്നു. ആളുകളിൽ നിന്നും പണം വാങ്ങി അയാൾ പണിതുകൊണ്ടിരിക്കുന്ന ഇതേ കെട്ടിടവും ഇതേ പ്രദേശവും കെൻസ വെൽനസ് പ്രോജക്ട് എന്ന പേരിൽ വീണ്ടും മറിച്ചു വിൽക്കാൻ തട്ടിപ്പുമായി രംഗത്തെത്തി. പുതിയൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിലും അയാൾ പണം വാങ്ങി അവർക്കെല്ലാം വാഗ്ദാനം കൊടുത്തു. അത് സ്ഥലം എഴുതി കൊടുക്കുന്ന പരിപാടിയല്ല, അതൊരു ബിസിനസ് സംരംഭം പോലെയാണ്. ഓർക്കണം, മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങി വില്ല പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതി കാണിച്ച് കെൻസ വെൽനസ് പ്രോജക്ട് എന്ന പേരിൽ, കെൻസ ഹോസ്പിറ്റൽ എന്ന പേരിൽ ഇയാൾ വീണ്ടും പണം വാങ്ങി. ഈ സമയത്താണ് ആദ്യം പണം കൊടുത്ത് വില്ല വാങ്ങിയവർ മറുനാടൻ അപ്രോച്ച് ചെയ്യുന്നത് 4 വർഷം മുമ്പ്. അന്നു മുതൽ ഞങ്ങൾ ഇയാളുടെ തട്ടിപ്പിനെതിരെ വാർത്ത കൊടുക്കുന്നു. ആ തട്ടിപ്പിന് കുടപിടിച്ചതും അയാളെ നീതിമാനാക്കി
മറ്റുള്ളവരുടെ പണം പിടിച്ചു വാങ്ങാൻ രംഗത്തിറങ്ങിയതും UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്ളോഗറാണ്. ആളുടെ പേര് ഷെരീഫ് എന്നാണ്. ഷെരീഫ് മറുനാടനെതിരെ കൈ ചൂണ്ടി മറുനാടൻ പറഞ്ഞ് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞ് ഈ തട്ടിപ്പുകാരൻ ബുർജ് ഖലീഫയിൽ സ്വന്തം വീട്ടിൽ താമസിക്കുന്നെന്ന് പറഞ്ഞ് ആ വീട്ടിൽ പോയി വിരുന്നുണ്ട് പാവപ്പെട്ട മനുഷ്യരെ അതിലേക്ക് ആകർഷിച്ചു. മറുനാടൻ വ്യാജമേ പറയൂ, ഷിഹാബ് ഷായും കെൻസായും മഹാസംഭവമാണ് എന്ന് പറഞ്ഞായിരുന്നു ഷെരീഫിന്റെ പ്രചരണം. ഷെരീഫിന്റെ നാടൻ ഭാഷയെ ഇഷ്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരിൽ പലരും ഇത് സത്യമാണെന്ന് കരുതി ഈ തട്ടിപ്പുകാരന്റെ കക്ഷത്തിൽ കൊണ്ട് തലവെച്ചു കൊടുത്തു. ഷിഹാബിനെ പോലെ തന്നെ ഈ തട്ടിപ്പിന്റെ സൂത്രധാരനാണ് ഷെരീഫ് എന്ന വ്ളോഗർ എന്നും വരും. അയാളും ഉത്തരം പറയേണ്ടി വരും, അയാളും പ്രതി ചേർക്കപ്പെടും. കാരണം അയാളെ വിശ്വസിച്ച് പണം കൊടുത്ത പലരുമുണ്ട്. ബുർജ് ഖലീഫയിലെ 71-ാം നിലയിൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ അയാൾ സ്വന്തം വീട് എന്ന നിലയിൽ തട്ടിപ്പ് തുടർന്നുകൊണ്ടിരുന്നു. ആഡംബര വാഹനങ്ങളിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. അർമാനി ക്ലിനിക് എന്ന നിലയിൽ ദുബായിൽ ഒരു ഹെൽത്ത് ക്ലിനിക്ക് തുടങ്ങി അവിടെയും അയാൾ നിക്ഷേപം സ്വീകരിച്ചു. അങ്ങനെ അയാൾ തട്ടിപ്പുമായി മുമ്പോട്ട് പോയി. ഇയാൾ ആദ്യം വില്ല കൊടുത്ത മനുഷ്യർ നാട്ടിൽ നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇരകൾ കൊടുത്ത സിവിൽ കേസുകളിൽ മുമ്പ് തന്നെ നിർമ്മാണം നടക്കുന്ന കെട്ടിടങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിരുന്നു. പിന്നീട് അനേകം ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അയാൾ കോടതിയിലേക്ക് വന്നില്ല. കോടതിയെ പുച്ഛിച്ച് UAE കേന്ദ്രീകരിച്ച് തട്ടിപ്പ് തുടർന്നു. ഒടുവിൽ അയാൾക്ക് ലുക്കൌട്ട് നോട്ടീസ് ഇട്ടു കേരള പോലീസ്. ആ ലുക്കൌട്ട് നോട്ടീസ് ഞങ്ങൾ കാണിച്ചു. പക്ഷെ അന്നും മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾ പറയുന്നത് കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെരീഫ് ഈ തട്ടിപ്പുകാരനെ തുടർന്നും പിന്തുണച്ചുകൊണ്ടിരുന്നു. ഒടുവിലാണ് അർമാനി ക്ലിനിക്കിന്റെ പേരിൽ UAE വനിതയെ ഇയാൾ പറ്റിച്ചപ്പോൾ UAE പോലീസ് കേസെടുക്കുന്നതും ഇയാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നതും. അതിനു മുമ്പ് തന്നെ അയാൾക്ക് യാത്രാവിലക്ക് അവിടെ കിട്ടിയിരുന്നു. നാട്ടിൽ വന്നാൽ ലുക്കൌട്ട് നോട്ടീസ്, UAEയിൽ യാത്രാവിലക്ക് എന്ന സാഹചര്യത്തിലാണ് UAE വനിതയുടെ പരാതിയുടെ പുറത്ത് ഇയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത്. ഇപ്പോൾ ഇയാളെ ഊരിയെടുക്കാൻ ഓടി നടക്കുന്നത് ഈ ഷെരീഫ് എന്ന വ്ളോഗറാണ്. എത്ര വലിയ തട്ടിപ്പിനാണ് അയാൾ കൂടെ പിടിക്കുന്നത്. എത്ര പാവപ്പെട്ട മനുഷ്യരുടെ പണം നഷ്ടപ്പെടുത്താൻ കൂടെ നിന്നിട്ട് ഇപ്പോഴും ഈ തട്ടിപ്പുകാരനെ സംരക്ഷിക്കാൻ അയാൾ UK-യിൽ ഹോളിഡേക്ക് പോയിരിക്കുന്നതാണ് എന്ന് നുണ പറയുന്നു. ഞങ്ങൾ ഇയാൾ ജയിലിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ UK-യിലാണ് എന്ന് പറഞ്ഞത് ഷെരീഫും ഇയാളുടെ തട്ടിപ്പിന് കുടപിടിച്ചിരുന്ന മാനേജരായിരുന്ന ഗാന വിജയൻ എന്ന മാഹിക്കാരിയുമാണ്. ഗാന വിജയൻ ഇപ്പോഴും പറയുന്നത് ജയിലിലല്ല, UK-യിൽ ടൂറിന് പോയി മറുനാടൻ നുണ പറഞ്ഞു എന്നാണ്. എന്നാൽ ഷിഹാബ് ഷാ ജയിലിലാണ് എന്ന ഔദ്യോഗിക രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ രേഖ പുറത്തു വന്നപ്പോഴാണ് മാതൃഭൂമി അത് വാർത്തയാക്കിയത്. ഔദ്യോഗിക രേഖ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നു, അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നു. രണ്ടും നിങ്ങൾ നോക്കുക. കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇയാൾ അല്ലയിൻ ജയിലിലുണ്ടെന്ന്. വഞ്ചന കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ ദീർഘകാലമായി ജയിലിലാണ്. ഇനിയും അയാൾ ജയിലിൽ തന്നെ തുടരും. ഈ കേസിൽ മാത്രമല്ല, UAE-യിൽ പറ്റിക്കപ്പെട്ട ആർക്കും ഈ കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് അവരുടെ പരാതി ബോധിപ്പിക്കാം. അവരുടെ എല്ലാം പേരിൽ കേസെടുക്കുകയും അയാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു പിടിച്ചു നൽകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇയാൾക്കെതിരെ പോരാട്ടം നടത്തിയ ഖത്തറിൽ താമസിക്കുന്ന മാളുവിനെയോ അല്ലെങ്കിൽ UAE-യിലുള്ള സന്തോഷിനെയോ ബന്ധപ്പെട്ടാൽ വേണ്ട സഹായങ്ങൾ നൽകുന്നതാണ്. അയാൾക്ക് അവിടെ ജയിലായിരിക്കും. ജയിലിന് പുറത്തിറങ്ങിയാൽ അയാളെ ഡിപ്പോർട്ട് ചെയ്താൽ ഇവിടെ വന്നാലും ജയിലായിരിക്കും. കാരണം ലുക്കൌട്ട് നോട്ടീസ് ഉണ്ട്. ഇതിനിടയിൽ ഷെരീഫിന്റെ നേതൃത്വത്തിൽ ഇക്ബാൽ മാർക്കോണിയുടെ സഹായത്തോടു കൂടി ഷിഹാബ് ഷായ്ക്ക് ഗോൾഡൻ വിസ എടുത്തു കൊടുക്കാനുള്ള നീക്കം പോലും നടന്നിരുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ്. എന്തായാലും മറുനാടനാണ് ശരി എന്ന് ഒരിക്കൽ കൂടി ബോധ്യമാകുന്നു. നൂറുകണക്കിന് ആളുകളെ പറ്റിച്ച തൃശൂർ സ്വദേശിയായ ഷിഹാബ് ഷാ എന്ന പേരിനൊപ്പം വ്യാജ ഡോക്ടർ ചേർത്ത തട്ടിപ്പുകാരൻ അല്ലയിൻ ജയിലിലാണ് എന്ന രേഖ പുറത്തു വന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി മറുനാടൻ സത്യമേ പറയൂ എന്ന് സാധാരണ മനുഷ്യർക്ക് ബോധ്യമായിരിക്കുന്നു.